ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, ഗവർണർ ഇപ്പോൾ പതിവ് രീതികളൊക്കെ വിട്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു സാഹചര്യത്തിലേക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായും എസ്എഫ്ഐയുടെ പ്രതിഷേധത്തിന് സാഹചര്യമുണ്ട്. പക്ഷേ അതിനൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് ചേർത്തേട്ട. ആ രാഷ്ട്രീയം തുറന്നു കാട്ടപ്പെടേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഷീജ, നേരത്തെ തന്നെ ഗവർണറുടെ ഈ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട ഏകപക്ഷീയ നടപടി, വിവേചനാധികാരം യഥാർത്ഥത്തിൽ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ചാൻസലർ ഉത്തരവാദിത്വമാണ്. ഗവർണറുടെ ഭരണഘടനാപരമായ അവകാശത്തിൽപ്പെട്ടതല്ല, നിയമസഭ കൽപ്പിച്ചു നൽകിയിട്ടുള്ള അവകാശങ്ങൾ മാത്രമാണ്. അതുതന്നെയും ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റുന്ന നിയമം സഭ പാസ്സാക്കിയിട്ട്, നേരത്തെ മന്ത്രി രാജീവ് പറഞ്ഞതുപോലെ പാസ്സാക്കിയിട്ടും അത് അംഗീകരിക്കാതെ, അത് ഒപ്പുവയ്ക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഹൈക്കോടതിയിലും അദ്ദേഹത്തിൻ്റെ ആ നടപടി ചോദ്യം ചെയ്തു വന്ന ഹർജികളിൽ സ്റ്റേ ഉണ്ടായി, തിരിച്ചടിയുണ്ടായി. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ കോഴിക്കോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് ഗവർണർ ഇതിലൂടെ വീണ്ടും വീണ്ടും കേരളീയ പൊതുസമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത്? സംസ്ഥാന സർക്കാർ ഏത് നിലയിലാണ് ഈ നീക്കങ്ങളെയാകെ നേരിടുന്നത്, സമീപിക്കുന്നത്? തീർച്ചയായും ഇതിൽ പ്രധാനമായും കാണേണ്ടത് ശരത്ത്, കാരണം ഈ ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാട് എന്നും നമുക്കറിയാം, സർക്കാരിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഓരോ വിഷയത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അതിപ്പോൾ ബില്ലുകളുടെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ, എല്ലാത്തിലും ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവർണർ എന്ന രീതിയിൽ ഇതിനകം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ മുദ്രകുത്ത കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ കാര്യങ്ങളിൽ ഉള്ള വസ്തുത എന്നതിനപ്പുറം ത്തേക്ക് ഗവർണറുടേതായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഗവർണർ പൊതുവെ സ്വീകരിച്ചു വന്നിരുന്നത്. ഇപ്പോൾ ഈ സെനറ്റിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, സെനറ്റിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്തതിൽ ഭൂരിഭാഗം പേരും, 3 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും BJP പ്രവർത്തകരാണ്. BJP പ്രവർത്തകർ, ABVP പ്രവർത്തകർ എന്നിവരാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവർ UDFന്റെ അംഗങ്ങൾ, UDFന്റെ പ്രവർത്തകരുമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് 4 വിദ്യാർത്ഥികളുടെ സെനറ്റിലേക്കുള്ള നോമിനേഷൻ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ വിഷയത്തിൽ ഏതായാലും ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ സെനറ്റിലേക്കുള്ളൊരു നോമിനേഷൻ വന്നപ്പോൾ തന്നെ SFI പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. അവർ വ്യക്തമായ രീതിയിൽ പറഞ്ഞിരുന്നു, ഗവർണറുടെ പരിപാടികൾക്ക് കൃത്യമായ രീതിയിൽ പ്രതിഷേധം, ആ പരിപാടിക്ക് നടക്കുന്ന വേദിക്ക് പുറത്ത് SFI കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും, ഗവർണർക്ക് കരിങ്കൊടി കാണിക്കും എന്നുള്ള കാര്യം അവർ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തിരുന്നു. അതിൻ പ്രകാരം തന്നെയാണ്, പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവർണറുടെ പരിപാടികൾ, ഗവർണർ പോകുന്ന ഇടങ്ങളിലൊക്കെ ആ കരിങ്കൊടി പ്രതിഷേധവുമായി മുന്നോട്ട് പോയത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഏത് രീതിയിലാണ് ഗവർണർ പ്രതികരിച്ചത് എന്നുള്ളത്. കാരണം ഗവർണർക്ക് ഒരു ആവശ്യവുമില്ല, പോകുന്ന വഴിയെ വാഹനം നിർത്തി അതിൽ നിന്നും പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. അത് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി പ്രകോപിതനായ ഒരു ഗവർണറെയാണ് നമ്മൾ അവിടെ കണ്ടത്. അതിനൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെ വളരെ മോശം രീതിയിൽ വിളിക്കുന്നതും, റാസ്കലുകൾ എന്നുൾപ്പെടെയാണ് അദ്ദേഹം ഈ SFI പ്രവർത്തകരെ വിളിക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ ഉള്ള പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയത്. പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് അതിന് തൊട്ടു പിന്നാലെ SFI പ്രവർത്തകർ കൃത്യമായ രീതിയിൽ നിലപാട് വ്യക്തമാക്കുന്നു. ഈ ഒരു സർവകലാശാലകളിലും ഗവർണറെ കയറ്റാൻ അനുവദിക്കില്ല, ആ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് കൂടുതൽ സുരക്ഷയൊക്കെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ സർക്കാർ ചെയ്യുന്നുണ്ട്. നിലപാട് സർക്കാരിൻ്റെ വിരുദ്ധമായിട്ടുള്ള നിലപാട് പൂർണ്ണമായും സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും സർക്കാരിന് സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ സർക്കാർ കൃത്യമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ADGP പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിച്ച്, പ്രത്യേകിച്ചും ഇന്നിപ്പോൾ രാത്രിയോടുകൂടി കോഴിക്കോട് ഗവർണർ എത്തിച്ചേരുകയാണ്. ഗവർണർ അവിടെ എത്തുമ്പോൾ ഗവർണർക്ക് ആദ്യം സ്വീകരിച്ചതുപോലെ തന്നെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാമായിരുന്നു. പക്ഷേ ഈ SFIയുടെ ഈ ഒരു പ്രതിഷേധം, SFI ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ആണ് ഗവർണർ ഈ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനുള്ള തീരുമാനം റദ്ദാക്കിക്കൊണ്ട് സർവകലാശാലയ്ക്കകത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റുന്നത്. അത് വലിയ രീതിയിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. അതൊരു ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഏറെ ചർച്ചയാകുന്നത്. കാരണം എപ്പോഴും എല്ലാ വിഷയത്തെയും രാഷ്ട്രീയപരമായി മാത്രമാണ് ഗവർണർ കാണുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തം തന്നെയാണ്.